ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അപ്പാച്ചെ മാവൻ എങ്ങനെ എക്ലിപ്സ് ഐഡിയിലേക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ വിൻഡോസ് 10ലേക്ക് മാവൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വൺസ് നിങ്ങൾ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എക്ലിപ്സിലേക്കും ആഡ് ചെയ്യണം, എന്നാലേ നമുക്ക് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ആദ്യം എക്ലിപ്സ് ഓപ്പൺ ചെയ്യാം. ഹെൽപ്പിലേക്ക് പോവാം. ഇവിടെ മെനു ബാറിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഓപ്ഷൻ ആണ് ഹെൽപ്പ്. ഇതിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഇൻസ്റ്റാൾ ന്യൂ സോഫ്റ്റ്വെയറും ഉണ്ട്, എക്ലിപ്സ് മാർക്കറ്റ് പ്ലേസും ഉണ്ട്. രണ്ട് വഴിയും നമുക്ക് മാവൻ ആഡ് ചെയ്യാം. പക്ഷേ ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് മാർക്കറ്റ് പ്ലേസ് വഴിയായിരിക്കും. സോ ഞാൻ മാർക്കറ്റ് പ്ലേസ് ഓപ്ഷൻ എടുക്കുകയാണ്. വൺസ് അത് ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മാവൻ എന്ന് ടൈപ്പ് ചെയ്യും. ഇവിടെ ഫൈൻഡിൽ സെർച്ചിൽ നിങ്ങൾക്ക് ഇവിടെ ഫൈൻഡ് എന്ന് പറഞ്ഞൊരു ബോക്സ് കാണാം. അതിൽ മാവൻ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുക. ഫസ്റ്റ് കാണുന്ന ലിങ്ക് എക്ലിപ്സ് M2E മാവൻ സപ്പോർട്ട് ഇൻ എക്ലിപ്സ് IDE ലേറ്റസ്റ്റ് കേട്ടോ. ഇതാണ് മാവൻ. ഇതിലാണ് നമ്മൾ മാവൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇൻസ്റ്റാൾ ബട്ടണും ഉണ്ട് ഇവിടെ. ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കൺഫേം കൊടുക്കുക, പ്രൊസീഡ് ചെയ്യുക, യെസ് കൊടുത്ത് പ്രൊസീഡ് ചെയ്യുക, ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതേ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇൻസ്റ്റാളിംഗ് സോഫ്റ്റ്വെയർ എന്നുള്ളത് ഇവിടെ താഴെ ഇവിടെ പ്രോഗ്രസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. എത്ര പെർസെൻറ്റേജ് ഒക്കെ കാണിച്ചിട്ടുണ്ടാവും. 2-3 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യണം കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് റീസ്റ്റാർട്ട് നൗ എന്നുള്ള ഓപ്ഷൻ വരും. എക്ലിപ്സ് ആണ് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ ഡയറക്റ്റ് അവിടെ റീസ്റ്റാർട്ട് നൗ ക്ലിക്ക് ചെയ്യുക. റീസ്റ്റാർട്ടായി. എന്നിട്ട് നിങ്ങളുടെ വർക്ക് സ്പേസ് ഏതാണോ നിങ്ങൾക്ക് പോയിന്റ് ചെയ്യാനുള്ള വർക്ക് സ്പേസ് കൊടുത്തിട്ട് ഒന്നുകൂടി ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് അത് റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്. ദെൻ ഇനി നിങ്ങൾ ഹെൽപ്പ് എടുത്തിട്ട് എക്ലിപ്സ് മാർക്കറ്റ് പ്ലേസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ സോഫ്റ്റ്വെയർ എന്നൊരു ടാബ് ഉണ്ട്. അതിൽ പോയാൽ മാവൻ ഇൻസ്റ്റാൾഡ് ആയ സോഫ്റ്റ്വെയർസിന്റെ ലിസ്റ്റിലായിരിക്കും ഉണ്ടാവുന്നത് കേട്ടോ. ഇത് ലോഡ് ആവാൻ ഒരു 2-3 സെക്കൻഡ്സ് എടുക്കും. അത് കഴിഞ്ഞിട്ട് ഈ ലാസ്റ്റ് ടാബിൽ പോവാ, ഇൻസ്റ്റാൾഡ് ടാബിൽ പോവാ. കണ്ടോ, ഇൻസ്റ്റാൾഡ് സോഫ്റ്റ്വെയർസിന്റെ ലിസ്റ്റിലാണ്. ഇവിടെ നിങ്ങൾക്ക് പിന്നെ കാണുന്നത് ഇൻസ്റ്റാൾ ബട്ടൺ അല്ല, ഒന്നെങ്കിൽ ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യാം. ഈ ബട്ടണാണ് പിന്നെ നിങ്ങൾ ഇവിടെ കാണുക. അപ്പോൾ ഇത് ഇൻസ്റ്റാൾഡ് ആയി എന്നാണ് ഇതിന്റെ മീനിങ്. മാവൻ അപ്പോൾ എക്ലിപ്സിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എക്ലിപ്സിലേക്ക് ആഡ് ചെയ്യാനുള്ള സ്റ്റെപ്സ്. ഇത് വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പ്രോജക്ട്സ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു, ബൈ.